ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇന്നൊരു പുതിയ കഥാപാത്രത്തെയാണ് എമ്പുരാനിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ തവണ ലൂസിഫറിൽ ശബ്ദമായെത്തിയ മണിക്കുട്ടൻ ഇത്തവണ ക്യാരക്ടറായി തന്നെ എത്തുകയാണ്. ഇതുവരെ വന്ന ക്യാരക്ടർ ഇൻട്രോയിൽ ഏറ്റവും സന്തോഷം നൽകിയ ഇൻട്രോ എന്നാണ് പ്രേക്ഷകർ പറയുന്നത്. മണിക്കുട്ടൻ നല്ല കഴിവുള്ള ആക്ടറാണ്, എന്നാൽ വേണ്ട വിധത്തിൽ മലയാള സിനിമ ഉപയോഗിച്ചോ എന്ന് സംശയമാണ് എന്നവർ പറഞ്ഞു വെക്കുന്നു. മലയാള സിനിമ പ്രേമികൾ ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രമാണ് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനത്തിൽ മോഹൻലാൽ നായകനായെത്തുന്ന എമ്പുരാൻ. ലൂസിഫർ നേടിയ വിജയം കൊണ്ട് തന്നെ എമ്പുരാന്റെ മേലും വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഇപ്പോഴത്തെ എമ്പുരാനിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുകയാണ് അണിയറ പ്രവർത്തകർ. സിനിമയിലെ പുതിയ ക്യാരക്ടർ പോസ്റ്ററും വീഡിയോയും റിലീസ് ചെയ്തിട്ടുണ്ട്. ഇന്നേ ദിവസം മണിക്കുട്ടൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പോസ്റ്ററും വീഡിയോയുമാണ് ഇപ്പോൾ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത്. മണി എന്നാണ് കഥാപാത്രത്തിന്റെ പേര്. എമ്പുരാന്റെ ആദ്യ ഭാഗമായ ലൂസിഫറിൽ ഒരു കഥാപാത്രത്തിന് മണിക്കുട്ടൻ ശബ്ദം നൽകിയിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. ലൂസിഫറിൽ ശബ്ദം മാത്രമാണെങ്കിൽ എമ്പുരാനിൽ താൻ ശക്തമായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന് മണിക്കുട്ടൻ പറഞ്ഞു. ലൂസിഫറിൽ ഡബ് ചെയ്തപ്പോൾ രണ്ടാം ഭാഗം ഉണ്ടായാൽ അതിലൊരു കഥാപാത്രം ചെയ്യുമെന്ന് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു. ആ വാക്ക് അദ്ദേഹം പാലിച്ചതാണ് ഇതുപോലെ മനോഹരമായ ഒരു കഥാപാത്രം തനിക്ക് ലഭിച്ചതെന്നും മണിക്കുട്ടൻ പറയുന്നുണ്ട്. മണിക്കുട്ടന്റെ ഷൂട്ടിംഗ് നടക്കുന്ന അവസരത്തിൽ ആ ക്രൗഡിൽ അഭിനയിച്ച ചിലരും പറയുന്നുണ്ട് മണിക്കുട്ടന്റെ അഭിനയത്തിന് വലിയ പ്രശംസയാണ് ഡയറക്ടർ സാർ അന്ന് നൽകിയത് എന്ന്. മികച്ചൊരു കഥാപാത്രം തന്നെ മണിക്കുട്ടൻ ചെയ്തിരിക്കുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. ഇനിയുമുണ്ട് ക്യാരക്ടർ പോസ്റ്ററുകൾ അവതരിപ്പിക്കാൻ. 3 പഴയ ആൾക്കാരെ അവതരിപ്പിച്ച് 4മതൊരു പുതിയ ആളെ കൊണ്ടുവരുന്ന രീതി എമ്പുരാനിൽ തുടരുകയാണ്. ഇതൊക്കെ നിൽക്കുമ്പോഴും എമ്പുരാൻ എന്ന സിനിമ പല റെക്കോർഡുകളും ഭേദിക്കാൻ വേണ്ടി ആരാധകരും അതിന് പുറകിൽ തന്നെയുണ്ട്. ഫാൻ ഷോ വെച്ചുകൊണ്ടാണ് അവർ ഈ ഒരു വലിയ പ്രേക്ഷക പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നതും. ഇതിനോടകം ചിത്രത്തിന് 160 മുകളിലുള്ള ഫാൻ ഷോകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക്. കേരളത്തിൽ ഇതുവരെ ഇത്രയും ഫാൻ ഷോ വെച്ച് കഴിഞ്ഞപ്പോൾ ഇനിയും ചിത്രമിറങ്ങാൻ 42 ദിവസം ബാക്കി നിൽക്കുകയാണ്. എന്നിട്ടാണ് ഈ ഒരു വലിയ സംഖ്യയിലേക്ക് ഫാൻ ഷോ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മോഹൻലാലിന്റെ തന്നെ 3rd ബിഗ്ഗസ്റ്റ് ഫാൻ ഷോ ആകാനുള്ള സാധ്യത എമ്പുരാൻ വെക്കുന്നു എന്നതും അവർ പറയുകയാണ്. 400 മുകളിലുള്ള ഫാൻ ഷോ എന്തായാലും കേരളത്തിൽ എമ്പുരാന് വേണ്ടി ഒരുങ്ങുമെന്നതിൽ സംശയമൊന്നുമില്ല എന്നവർ പറഞ്ഞു വെക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ മീഡിയ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് പാർവതി തിരുവോത്താണ്. അവർ പറഞ്ഞ ചില കാര്യങ്ങളാണ് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നതും. മലയാള സിനിമയിലെത്തിയപ്പോൾ മുൻനിര സൂപ്പർ താരങ്ങൾക്കൊപ്പം എത്താൻ പാർവതി തിരുവോത്തിന് കഴിഞ്ഞിരുന്നു. എന്നാൽ അവരെല്ലാം ഇപ്പോൾ തന്നെ ഒഴിവാക്കുകയാണ് എന്ന രീതിയിലുള്ള വാക്കുകളാണ് പാർവതിയുടെ അടുത്ത് നിന്നും വന്നിരിക്കുന്നത്. ചില സൂപ്പർ താരങ്ങളും സാങ്കേതിക പ്രവർത്തകരും തന്നെ അവർക്കൊപ്പം കാസ്റ്റ് ചെയ്യാറില്ലെന്ന് നടി പാർവതി തിരുവോത്ത് പറയുകയാണ്. മലയാള സിനിമയിൽ അവസരം കുറയുന്നതിനെ കുറിച്ചാണ് പാർവതി ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നത്. തന്റെ അവസരങ്ങൾ നിഷേധിച്ചുകൊണ്ട് താൻ കൂടുതൽ കരുത്തിയായി. അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ സ്വന്തമായി ജോലി കണ്ടെത്താൻ താൻ സ്വയം പര്യാപ്തയായി. തന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഗ്രൂപ്പിന്റെ ഒപ്പം സിനിമ ചെയ്യാൻ തനിക്കും താല്പര്യമില്ല. എന്നിട്ടും തനിക്ക് സിനിമകളുടെ എണ്ണത്തിൽ കുറവ് വന്നിട്ടില്ല എന്നാണ് പാർവതി പറയുന്നത്. ഒന്നിനു പിറകെ ഒന്നായി ഹിറ്റുകൾ കൊടുത്തിട്ടും എനിക്ക് വളരെ കുറച്ച് സിനിമകളെ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അത് ഞാൻ സെലക്റ്റീവ് ആയതുകൊണ്ടല്ല സംഭവിച്ചത്. ടേക്ക് ഓഫ്, എന്ന് നിന്റെ മൊയ്തീൻ, ഉയരെ, ചാർലി തുടങ്ങിയ സിനിമകളൊക്കെ വാണിജ്യപരമായി വിജയിച്ച സിനിമകളാണ്. അതിനുശേഷം ഞാൻ ചെയ്ത മലയാള സിനിമകളുടെ എണ്ണം നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകും. മലയാളത്തിൽ എനിക്ക് കിട്ടേണ്ട അത്രയും സിനിമകൾ കിട്ടിയില്ല. എനിക്കൊപ്പം കാസ്റ്റ് ചെയ്യപ്പെടുന്ന താരങ്ങളെ നോക്കൂ. ചില ആളുകൾക്കൊപ്പം ഞാൻ കാസ്റ്റ് ചെയ്യപ്പെടാറേ ഇല്ല. അത്തരം അവസരങ്ങൾ തീർച്ചയായും നഷ്ടപ്പെടും. പകൽ പോലെ വ്യക്തമാണ് ആ കാര്യങ്ങൾ. സൂപ്പർ താരങ്ങൾ മാത്രമല്ല, ചില സാങ്കേതിക പ്രവർത്തകരും ഉണ്ട്. അത് അവരുടെ ക്രിയാത്മക തിരഞ്ഞെടുപ്പായിരിക്കാം. ഇവിടെ ഞാൻ മാത്രമല്ല അഭിനേതാവായിട്ടുള്ളത്, മറ്റു പലരും ആ റോളിന് അനുയോജ്യരാകാം. ഇപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ എന്നെ ബാധിക്കാറില്ല. എനിക്ക് അവസരങ്ങൾ നിഷേധിച്ചപ്പോൾ സ്വന്തമായി ജോലി കണ്ടെത്താൻ ഞാൻ സ്വയം പര്യാപ്തയായി. അവസരങ്ങൾ നിഷേധിച്ചാൽ ഞാൻ നിശബ്ദയാകുമെന്ന് കരുതിയെങ്കിൽ തെറ്റി. അതെന്നെ കരുത്തിയാക്കി. 7-8 വർഷം ഇങ്ങനെ തുറന്നപ്പോൾ അതിൽ നിന്നും ഞാൻ കുറെ പഠിച്ചു. ഇപ്പോൾ ഇതൊന്നും എന്നെ ബാധിക്കാറില്ല. അതിനുവേണ്ടി ഊർജം കളയേണ്ട ആവശ്യം വരുന്നില്ല. എന്റെ മുഴുവൻ ഊർജവും ഇപ്പോൾ ജോലി ചെയ്യുന്ന ഇടം എങ്ങനെ മികച്ചതാക്കാം, എങ്ങനെ നല്ല സൗഹൃദം സൃഷ്ടിക്കാം, എങ്ങനെ കളക്റ്റീവിൽ നന്നായി ഇടപെടാം, എങ്ങനെ മികച്ച ജീവിതം സാധ്യമാക്കാം, എങ്ങനെ എന്റേതായ വർക്ക് സൃഷ്ടിക്കാം എന്നതിലാണ് വിനിയോഗിക്കപ്പെടുന്നത്. ഒരു തരത്തിൽ എന്റെ ശ്രദ്ധ തിരിക്കുന്ന യാതൊന്നും ഇപ്പോഴില്ല എന്ന് പറയാം. എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റിയത് ഒരു കാലം വരെ കുറച്ച് സിനിമകൾ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടാക്കിയത് കൊണ്ടാണ്. അത് എല്ലാ കാലവും നിലനിൽക്കില്ല. അതുകൊണ്ട് ഞാൻ ഇനിയും കഠിനാധ്വാനം ചെയ്യേണ്ടിയിരിക്കുന്നു. 17-ാം വയസ്സിൽ അഭിനയിച്ചു തുടങ്ങിയ വ്യക്തിയാണ് ഞാൻ. അഭിനയം തന്നെയാണോ ഞാൻ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കാനുള്ള സമയമൊന്നും അന്ന് ലഭിച്ചിരുന്നില്ല. ഇപ്പോഴാണ് അതിനുള്ള സമയം കിട്ടുന്നത്. ഓരോ സിനിമയും വരുമ്പോൾ എനിക്കിത് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, ആളുകൾക്ക് ഇഷ്ടമാകുന്നുണ്ടല്ലോ എന്ന ആശ്വാസമാണ് എനിക്ക്. മുമ്പ് ഞാൻ വർഷത്തിൽ 2 സിനിമകളെ ചെയ്തിരുന്നുള്ളൂ. പക്ഷേ കൂടുതൽ അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവസരങ്ങൾ കുറഞ്ഞു. സാങ്കേതികമായി പറഞ്ഞാൽ ചെയ്യുന്ന സിനിമയുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് സംഭവിച്ചിട്ടില്ലെന്ന് പറയാം. എന്നെ മനഃപൂർവ്വം ഒഴിവാക്കുന്ന ഗ്രൂപ്പിന്റെ ഒപ്പം സിനിമ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ സ്വമേധയാ സിനിമ വേണ്ടെന്ന് വെച്ച് പോകുന്നതുവരെ അഭിനയം തുടരും. അവസരം നഷ്ടപ്പെടുന്നത് എനിക്ക് മാത്രമല്ല, എന്റെ കാര്യത്തിൽ അത് കുറച്ചുകൂടെ പ്രകടമാണെന്ന് മാത്രം. ഞാൻ ഫീൽഡ് ഔട്ട് ആയെന്നൊക്കെ ചിലർ പറഞ്ഞേക്കാം. സാരമില്ല, ഇതെന്റെ ഫീൽഡ് ആണല്ലോ, എനിക്ക് വേണ്ടപ്പോൾ തിരിച്ചു വരാമല്ലോ എന്നാണ് പാർവതി പറയുന്നത്.